ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ദി ഗ്ലോബ് ടു ദി മാപ്പാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിലെ പല വീഡിയോസും പാട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസ് 6 സോഷ്യൽ സയൻസ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് ക്ലാസ് 6ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഭൂമി എന്ന് പറ്റിയിട്ട് വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ള ഒരു പാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വയലാർ രാമവർമ്മ സിങ്സ് ദാറ്റ് എർത്ത് വിച്ച് വാസ് എ ഫയർബോൾ ദാറ്റ് ഫെൽ ഫ്രം ദ സൺ ഇൻ ടു ദ പോണ്ട് ഓഫ് വോയിഡ് ആൻഡ് സ്ലെപ്റ്റ് ലൈൻ ഫ്രോസൺ ആൻഡ് ഓൺ വാക്കിംഗ് അപ്പ് draped herself with the moist life particles. Our earth, which is rich with atmosphere, water and favorable climate, is the only celestial body in the universe which is found to sustain life. അപ്പോൾ നമ്മുടെ ഈ സെലസ്റ്റിയൽ ബോഡീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എർത്തിലാണ് ജീവൻ്റെ അംശമുള്ളത്. അതുപോലെ അറ്റ്മോസ്ഫിയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദ ഷേപ്പ്, ദ മൂവ്മെൻറ്റ്സ് ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എർത്ത് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി എർത്തിൻ്റെ ഷേപ്പ്, മൂവ്മെൻറ്റ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു എന്നാണ് പറയുന്നത്. ദ ഇമേജ് ഓഫ് ദ എർത്ത് ക്യാപ്ചേർഡ് ഫ്രം ദ സ്പേസ് ഹൗ ആസ് എ ക്ലിയർ പിക്ചർ ഓഫ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. ഡസ് ദ എർത്ത് റിയലി ഹാവ് എ സ്പെറിക്കൽ ഷേപ്പ്? അപ്പോൾ എർത്തിന് കറക്റ്റായിട്ടുള്ള സ്പെറിക്കൽ ഷേപ്പ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, നമുക്ക് കറക്റ്റായിട്ട് സ്പെറിക്കൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം പോൾസിൻ്റെ ഭാഗത്ത് കുറച്ച് ഫ്ലാറ്റൻ്റ് ആണ്, അതുപോലെ ഇക്വേറ്റർ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ എർത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എർത്തിൻ്റെ ഷേപ്പിനെ പറ്റിയിട്ട്. ദ എർത്ത് ഹാസ് എ യുണീക്ക് ഷേപ്പ് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് സ്ലൈറ്റ്ലി ബൾജ്ഡ് അറ്റ് ഇൻ ദി മിഡിൽ. ദിസ് ഷേപ്പ് ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ജിയോഡ്. അപ്പോൾ ഷേപ്പ് ഓഫ് എർത്ത് പഠിച്ചു വെക്കുക കേട്ടോ. ദ ഗ്ലോബ് ഈസ് എ ട്രൂ മോഡൽ ഓഫ് എർത്ത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് geographical features on the surface of the earth and to determine the location. അപ്പോൾ എർത്തിൻ്റെ ഒരു മോഡലാണ് അല്ലേ ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പല ലൊക്കേഷൻസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. യു ഹാവ് ഫെമിലിയർ വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഓൺ ദ ഗ്ലോബ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹൊറിസോണ്ടലി, അതായത് പോൾസിൽ നിന്ന് അടിയിക്ക്, നോർത്ത് പോളിൽ നിന്ന് അടിയിക്ക് സൗത്ത് പോളിൻ്റെ അവിടേക്ക് ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടുണ്ടാവും. അതേപോലെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലി അല്ല, അത് വെർട്ടിക്കൽ ലൈൻസ്, പിന്നെ അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസും വരച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ്? ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. നമുക്ക് നോക്കാം കേട്ടോ. ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആർ എ ഇമാജിനറി ലൈൻ ദാറ്റ് കണക്ട് ദ പോയിന്റ്സ് ഇൻ ദ സെയിം ആംഗുലാർ ഡിസ്റ്റൻസ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ ഇക്വേറ്റർ വിത്ത് റെഫറൻസ് ടു ദ എർത്ത് സെൻറ്റർ. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദീസ് ആർ ലാറ്റിറ്റ്യൂഡൽ സർക്കിൾസ് ദാറ്റ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഇക്വേറ്റർ. അപ്പോൾ ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് നമ്മളിങ്ങനെ സർക്കിൾസ് വരച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫിഗർ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ആ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുന്ന ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ യു ഹാവ് ഫൗണ്ട് ഔട്ട് 0 ഡിഗ്രി സർക്കിൾ ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ഓൺ ദ ലാർജസ്റ്റ് വൺ. അവിടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണുന്നില്ലേ? ലെഫ്റ്റ് സൈഡിൽ നോക്കാം കേട്ടോ. അവിടെ നിന്ന് 0 ഡിഗ്രി മാർക്ക് ചെയ്ത് കണ്ടോ, ആ യെല്ലോ കളറിൻ്റെ അടുത്ത്. ഒബ്സർവ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഡ്രോൺ ടു ദ നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഓൺ ദ ഗ്ലോബ്. ആർ ഓൾ ദ സർക്കിൾസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ഇൻ സൈസ്? എല്ലാ സർക്കിൾസും ഈക്വൽ ആയിട്ടുള്ള സൈസിലാണോ? അല്ല. We can see as we move from the equator towards the pole, the circles of latitude get smaller in size. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വരും തോറും ലാറ്റിറ്റ്യൂഡിൻ്റെ സൈസ് സ്മോളർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഷാൾ വി ഡ്രോ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്സ് വരച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. കട്ട് എ റബ്ബർ ബോൾ വിച്ച് ഈസ് നോട്ട് ഹോളോ ഇൻ 2 halves. അപ്പോൾ ഒരു റബ്ബർ ബോൾ കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗം റബ്ബർ ബോൾ ആയതുകൊണ്ട് ഹോളോ ആയിരിക്കില്ല. മാർക്ക് ആംഗുലാർ മെഷേഴ്സ് ഫ്രം 0 to 90 ഡിഗ്രി ഓൺ ബോത്ത് ദി ഹാഫ്സ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ നമ്മളൊരു പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ ആ മേലത്തെ ഭാഗം അപ്പർ സൈഡ് 90 ഡിഗ്രി, അതേപോലെ തന്നെ അടിയിലേക്കും 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഡൗട്ട് വരാണ്ടിരിക്കാൻ ആ ഫിഗർ ഒന്ന് നോക്കുക കേട്ടോ. നൗ എക്സ്റ്റെൻഡ് ദീസ് ലൈൻസ് ടു ദ സർഫസ് ആൻഡ് ജോയിൻറ്റ് ദ ഈക്വൽ ആംഗുലാർ മെഷേഴ്സ്. അപ്പോൾ നമ്മൾ കണ്ട ആ ആംഗിൾസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ പുറത്തേക്ക് വരെ ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻസ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാറ്റിറ്റ്യൂഡ് കിട്ടും.
ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നുള്ളൂ കേട്ടോ. ബേസ്ഡ് ഓൺ ദ ഇക്വേറ്റർ ദ എർത്ത് ക്യാൻ ബി ഇമാജിൻഡ് ആസ് 2 ഹെമിസ്ഫിയർ. എർത്തിന് എത്ര ഹെമിസ്ഫിയർ ഉണ്ട്? 2 ഹെമിസ്ഫിയർ ഉണ്ട്. നോർത്ത് സൈഡിലുള്ള ഹെമിസ്ഫിയറിനെ നമ്മൾ എന്താണ് പറയുക? നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സൗത്ത് സൈഡിലുള്ള ഹെമിസ്ഫിയറിനെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുക. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പറയുന്നത് കോണ്ടിനെൻറ്റ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതൊക്കെ കോണ്ടിനെൻറ്റ്സ് ആണ്? നിങ്ങൾക്ക് ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റും. യൂറോപ്പും നോർത്ത് അമേരിക്കയാണ് കേട്ടോ. ഇനി സദേൺ ഹെമിസ്ഫിയറിലോ സെക്കൻഡ് കോളം വരുന്നത് ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയാണ്. തേർഡ് കോളം കോണ്ടിനെൻറ്റ് സ്പ്രെഡ് അക്രോസ് ബോത്ത് ദി ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയറിലും കിടക്കുന്ന കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. ഇത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. You have noticed that the circles of latitude become smaller in size as we move from the equator towards the north and south, haven't you? It can be seen that the longitudinal circles gradually decrease in size and end at 90-degree point in the north and 90-degree point in the south. അപ്പോൾ longitudinal circles കുറഞ്ഞു വരും എന്നാണ് അവിടെ പറയുന്നത്. The 90-degree latitude in the north is called north pole. അപ്പോൾ നോർത്ത് പോളിനെ നമ്മൾ എന്താണ് പറയുക? 90-degree latitude in the north. അങ്ങനെയാണെങ്കിൽ സൗത്ത് പോളിന് എന്താ പറയുക? 90-degree latitude in the south. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ നോർത്ത് ഭാഗത്തുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും സൗത്ത് ഭാഗത്തുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ എന്താ പറയുക? സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അവിടെ നോർത്ത് പോൾ 90-degree നോർത്ത് പോൾ കാണിച്ചിട്ടുണ്ട് ആ ചിത്രത്തിൽ, 90-degree സൗത്ത് പോളും കാണിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഇൻ ദ പിക്ചർ. ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഇമാജിൻഡ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. സെൻറ്റർ ഓഫ് ദി എർത്തിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇമേജിൻ ചെയ്യുക. കണക്റ്റിംഗ് ദ പോൾസ്, 2 പോൾസിനെ കണക്ട് ചെയ്യണത്. ദാറ്റ് ഈസ് ദ എർത്ത് ആക്സിസ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ 2 പോൾസ്, ഏതൊക്കെയാണ് പോൾസ്? നോർത്ത് പോൾസിനെയും സൗത്ത് പോൾസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എർത്ത് ആക്സിസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് കറങ്ങുന്നുണ്ട് അല്ലേ, അതിൻ്റെ ഇമാജിനറി ആക്സിസിൽ. ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി ഫ്രം ദ പെർപെൻഡിക്കുലർ ടു ദ ഓർബിറ്റൽ പ്ലെയിൻ. അപ്പോൾ ആ ആക്സിസ് എന്താണ് ചെയ്യുന്നത്? ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇൻക്ലൈൻഡ് ചെയ്യണത് എത്ര ഡിഗ്രിയിലാണ്? 23.5 ഡിഗ്രിയിലാണ് ഓർബിറ്റൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് ആ ഡോട്ടഡ് ലൈൻ ശ്രദ്ധിക്കുക. ഇൻക്ലിനേഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? 90-degree നോർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലാണെങ്കിൽ 90-degree സൗത്ത്. പിന്നെ ആർട്ടിക് സർക്കിൾ എത്രയിലാണ് നിൽക്കുന്നത്? 66 നോർത്തിൽ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23 നോർത്തിൽ. ഇക്വേറ്റർ 0 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 സൗത്ത്. അന്റാർട്ടിക്ക നിൽക്കുന്നത് 66.5 സൗത്ത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അടിയിൽ മെഷർ ഇൻ ഡിഗ്രീസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്വേറ്റർ അറിയാം 0 ആണെന്ന്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആ ഫിഗർ നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 23.5 നോർത്താണ് കേട്ടോ. അടുത്തത് ഡാഷ് 23.5 സൗത്ത് എന്താ? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അവിടെ ഡാഷ് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യുക. ഇനി ആർട്ടിക് സർക്കിളിൻ്റെ അവിടെ നമ്മൾ ഡാഷ് ഇട്ട് കൊടുത്ത് എന്താ ഫില്ല് ചെയ്യുക? ആർട്ടിക് സർക്കിളിൻ്റെ അവിടെ 66.5 നോർത്ത്. അപ്പോൾ അടുത്തത് അന്റാർട്ടിക് സർക്കിളിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ, 66.5 സൗത്ത്. അപ്പോൾ ആ ഒരു ഫിഗർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് എന്താണെന്ന് നോക്കാം. ദ ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് കണക്റ്റിംഗ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സെൻറ്റർ ആർ കോൾഡ് ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ഒന്നുമില്ല, നോർത്ത് പോൾസിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുക. ദീസ് ആർ സെമി സർക്കിൾസ് ഓഫ് ദ സെയിം സൈസ്. ടൈം ഓൺ ദ എർത്ത് ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ലൈൻസ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ എർത്തിൻ്റെ ടൈം നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 0 ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് 180 ലോഞ്ചിറ്റ്യൂഡ് ആർ ഇമ്പോർട്ടൻറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ലോഞ്ചിറ്റ്യൂഡ് 180 ലോഞ്ചിറ്റ്യൂഡ് നമുക്ക് പറയാം. ഇമാജിൻ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 1 ഡിഗ്രി ഇൻ്റർവെൽ കണക്റ്റിംഗ് ബോത്ത് പ്ലെയിൻസ്. ദെൻ വി ക്യാൻ ഡ്രോ
360 ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഡ്രോ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഓൺ എ ബോൾ ആൻഡ് മാർക്ക് ദ മെഷർമെൻറ്റ് ജസ്റ്റ് യു. അപ്പോൾ നേരത്തെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് വരച്ച പോലെ ലോഞ്ചിറ്റ്യൂഡും വരയ്ക്കാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു ബോൾ കട്ട് ചെയ്യുക, അതിനെ സെൻറ്റർ ആക്കുക, സെൻറ്ററിൻ്റെ അവിടെ നമ്മൾ ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് മേലേക്ക് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക, അടിയിലേക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, ഇതേ ഡിഗ്രീസ് തന്നെ അടയാളപ്പെടുത്തുക. പക്ഷേ നമ്മൾ 90 കഴിഞ്ഞാൽ 105, 120 അങ്ങനെ വേണം അടയാളപ്പെടുത്താൻ. എന്നിട്ട് ആ ഓരോ തുമ്പത്ത് നിന്ന് നമ്മൾ ഈ മേലേക്ക് ഇങ്ങനെ ഒരു ലൈൻസ് വരച്ചു കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ലാറ്റിറ്റ്യൂഡ്സ് കിട്ടും. അടുത്തത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. The 0 degree line of longitude is called prime meridian. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രൈം മെറിഡിയൻ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ 0 degree line of longitude is called prime meridian. Since this line passes through the Greenwich near London, this line is also called Greenwich meridian. പക്ഷേ ഈ ലൈനിനെ നമ്മൾ എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്, ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ, ഇത് നമ്മുടെ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ലണ്ടനിലെ ഗ്രീൻവിച്ചിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. The longitudinal line drawn opposite to 0 degree longitudinal line is the 180 degree longitudinal line. അപ്പോൾ എന്താണ് 180 degree longitudinal line എന്ന് പറയുന്നത്? നമ്മൾ വരയ്ക്കുന്ന ഒരു longitudinal line, അത് എന്തിന് ഓപ്പോസിറ്റ് ആണ്? 0 degree longitudinal ലൈനിന് ഓപ്പോസിറ്റ് ആണ്. അതിനെയാണ് നമ്മൾ 180 degree longitudinal line എന്ന് പറയുന്നത്. അടുത്തത്, based on this the international date line have been drawn. The international date line is not a സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്നാണ് അവിടെ പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ റീസൺ. ബേസ്ഡ് ഓൺ ദ പ്രൈം മെറിഡിയൻ ദ എർത്ത് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമ്മൾ ഈ പ്രൈം മെറിഡിയൻ്റെ ബേസിസിൽ എർത്തിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറും വെസ്റ്റേൺ ഹെമിസ്ഫിയറും. അപ്പോൾ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ടു ദ ഈസ്റ്റ് ഓഫ് ദ പ്രൈം മെറിഡിയൻ ആർ കോൾഡ് ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സ്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ എവിടേക്കാണ്? ഈസ്റ്റ്. ഈ പ്രൈമറിയുടെ ഈസ്റ്റിലേക്കുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആണ് നമ്മുടെ ഈസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡിനും സിമിലർലി വെസ്റ്റിലേക്കുള്ളതാണ് ഏത്? വെസ്റ്റേൺ ലോഞ്ചിറ്റ്യൂഡ്സും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. Identify western and eastern hemisphere with the help of globe. Identify the position. ആരോന്നിൻ്റെ പൊസിഷൻസ് പറയാനാണ്. ഈസ്റ്റേൺ ആണോ വെസ്റ്റേൺ ആണോ എന്ന് പറയാനാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പറയാം കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. നെക്സ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ബ്രസീലും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്തോനേഷ്യ അത് നമ്മുടെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് കേട്ടോ. വി ആർ നൗ ഫെമിലിയർ with the latitudinal and longitudinal lines. The exact location of a place, a region or an object on the earth is determined based on the latitudinal and longitudinal lines. അപ്പോൾ നമുക്ക് ഈ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻസ് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദ ഇലുസ്ട്രേഷൻ ഓഫ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ദിസ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ദിസ് ഈസ് കോൾഡ് ഗ്രാറ്റ്യൂഡ്. അപ്പോൾ അവിടെ ആ ഒരു പിക്ചറിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. വി ക്യാൻ സീ ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഓൺ ദ മാപ്സ് ആൻഡ് അറ്റ്ലസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം മാപ്പും അറ്റ്ലസിലും കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ, മാപ്പ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ വിത്ത് റെഫറൻസ് ടു ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ്സ് ഫ്രം എവിടെ നിന്ന് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഫ്രമിൻ്റെ അവിടെ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് എന്ന് എഴുതാം കേട്ടോ. 8 ഡിഗ്രി. അപ്പോൾ 8 ഇട്ടിട്ട് മേലെ ഡിഗ്രി എന്ന് പറയുന്നത് 0 പോലെ, 4 എന്നിട്ടിട്ട് മേലെ 1 പോലെ എഴുതുന്നതാണ് മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ് കേട്ടോ അടുത്തത് വരുന്നത്. അടുത്തത് ലോങ് ഫ്രം എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ആണ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ 68 ഇട്ടിട്ട് മേലെ 0 പോലെയാണ് ഇടുക. മിനിറ്റ് എന്ന് പറയുമ്പോൾ 7 ഇട്ടിട്ട് മേലെ, അതായത് 68 ഡിഗ്രി 7 മിനിറ്റ് എന്ന് പറയുമ്പോൾ 68 ഇട്ടിട്ട് മേലെ 0 പോലെ, 7 മിനിറ്റ് എന്ന് പറയുമ്പോൾ 7 ഇട്ടിട്ട് മേലെ 1 പോലെ കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെയാണ് എടുത്ത് വെച്ച് നിർത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാപ്പ് പ്രൊജക്ഷൻ എന്ന പോർഷൻ തൊട്ട് തുടങ്ങാം കേട്ടോ. താങ്ക്